ശിഖണ്ഡിശിഖണ്ഡവിഭൂഷിതം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാഗ്മയജീവിതം. എന്താ നമ്മൾ പറയാൻ പോകുന്നത്? അങ്ങനെ ഭീമന്റെ പ്രഹരമേറ്റിട്ട് ദുര്യോധന്റെ തൊട പൊട്ടിയിട്ട് വീണു അല്ല പറഞ്ഞത്. അപ്പൊ നല്ലോണം ദേഷ്യം വന്നു. പറയാനുള്ളതൊക്കെ പറയാനുള്ളത് പറയണം കിട്ടുന്ന അവസരത്തിൽ. ഞാൻ എപ്പോഴും ഭീമസേനന്റെ കൂടെയാണ്. ദുര്യോധന, കൗരവരാജാവേ, അവസാനം നീയും പതിച്ചുല്ലേ? സഭയിൽ വെച്ച് ഞങ്ങൾ 5 പേര് നോക്കി നിൽക്കെ കൃഷ്ണയെ മുടിയിൽ പിടിച്ചു വലിച്ചിഴച്ച് ആക്ഷേപിച്ചില്ല നീ? ഏകാവസ്ത്രയായ ആളെ നഗ്നയാക്കി അപമാനിക്കാൻ ശ്രമിച്ച കശ്മലനല്ലേ നീ? നിന്നെ അല്പാൽപമായി കൊല്ലണം. ഇങ്ങനെ പറഞ്ഞവന്റെ സന്ധികൾ തോറും ഭീമൻ ആഞ്ഞടിച്ചു. അടിയേറ്റ് കൗരവനെ പൊളയണം. സന്ധികൾ തകർന്ന ദുര്യോധൻ അനങ്ങുവാനാവാതെ കിടന്നു. അവസാനം ഭീമൻ ദുര്യോധന്റെ ശിരസിൽ ഊക്കോട്ട് ചവിട്ടി. പാദപ്രഹരമേറ്റ് ദുര്യോധൻ പൊളഞ്ഞു. ഈ കർമ്മം കൂടി കണ്ടപ്പോൾ ബലരാമന് രോഷമുണർന്നു, ദേഷ്യം വന്നു. ഓ, ശിഷ്യനല്ലേ പ്രിയപ്പെട്ട? കണ്ണുകൾ തീപ്പാറി. ആ അഗ്നിയിൽ ഭീമൻ ദഹിക്കുമെന്നായി. ദുര്യോധനെ ഭീമൻ വീഴ്ത്തിയത് തന്നെ ചതിയിലാണ്. അതിനുശേഷം അവന്റെ ശിരസിൽ ആഞ്ഞു ചവിട്ടുക, അതാർക്ക് ചേരും? ഭീമന്റെ കർമ്മം കുൽസിതം തന്നെ. അതിന് പ്രതികാരം ചെയ്യണം. ഇങ്ങനെ അലറിക്കൊണ്ട് ഹലായുധൻ ആയുധവുമായി മുന്നോട്ട് കുതിച്ചു. ഓ, പിന്നെ എന്താപ്പോ? പെട്ടെന്ന് മാധവൻ ബലരാമൻ തടഞ്ഞു. കേശവൻ പറഞ്ഞു, ജ്യേഷ്ഠ, അടങ്ങ്. തന്റെ വൃദ്ധി സ്വന്തം മിത്രത്തിന്റെയും വൃദ്ധിയാണ്. തന്നിലും മിത്രത്തിലും വിപരീതം വരുമ്പോൾ മാത്രമേ മറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. പാണ്ഡവർ നമുക്ക് മിത്രങ്ങളാണ്, അച്ഛമ്പങ്ങളുടെ മക്കളാണ്. അവർ വൈരികളാൽ പല പ്രാവശ്യം വഞ്ചിക്കപ്പെട്ടവരാണ്. ദുര്യോധന്റെ ദുര്യോഗം കൊണ്ട് ദുഃഖിക്കുന്നത് എന്തിനു ജ്യേഷ്ഠ? മൈത്രേയ മഹർഷിയുടെ ശാപം ഫലിച്ചെന്ന് കരുതിയാൽ മതി. അപ്പൊ ബലരാമൻ പറഞ്ഞു, കേശവ, നീ എന്ത് പറഞ്ഞാലും ശരി, ഭീമൻ ഇപ്പൊ കാണിച്ചത് ശരിയല്ല. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഭീമൻ ഇപ്പൊ കാണിച്ചത് ശരിയാണോ? നിനക്ക് തോന്നുന്നുണ്ടോ ശരിയാണെന്ന്? ധർമ്മം സത്തുക്കൾ ചെയ്യുന്ന കർമ്മമാണ്. അതികാമിക്ക് കാമവും അതിലുബ്ധന് അർത്ഥവും എങ്ങനെ ധർമ്മമാകും? അർത്ഥം ധർമാർത്ഥ കാമം ഇവ കാമത്തിന്റെ പീഡ കൂടാതെ നേടുന്നവൻ സുഖിക്കും. ഗോവിന്ദ, എന്ത് നീതീകരണം നീ കണ്ടെത്തിയാലും ഭീമൻ കാണിച്ചത് അപരാധം തന്നെയാണ്. ജ്യേഷ്ഠ, ശരി തെറ്റുകൾ നോക്കുന്നത് കാലം, സന്ദർഭം ഇവ കൂടെ വച്ചു വേണം ശരിയും തെറ്റുകൾ നോക്കുന്നത് കാലം, അതുപോലെ സന്ദർഭം ഇവ കൂടെ വെച്ചു വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഭഗവാൻ. ഭീമൻ അവന്റെ ശപഥം നിറവേറ്റുകയാണ് ചെയ്തത്. അവനെ ആരും ധിക്കരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാൻ ഈ അനീതി പൊറുക്കുകയേയില്ല. ദുര്യോധനൻ കാണിച്ച വഞ്ചന ഓർക്കുമ്പോൾ മൃഗോദരനൊന്നും ചെയ്യുവാൻ എനിക്ക് തോന്നുന്നുമില്ല. ആര് പറഞ്ഞത്? ഭഗവാൻ പറയുന്നു. അനീതിക്ക് സാക്ഷിയാവാൻ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ദ്വാരകയിലേക്ക് പോവുകയാണ്. നീ വന്നേക്കുവോ? ഏട്ടമുസൂർ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ് ബലരാമൻ ദ്വാരകയിലേക്ക് തിരിച്ചു. അത് അവര് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ അനീതിയായിട്ട് കാണുന്നു, മറ്റേവര് ചെയ്യുമ്പോൾ അത് കാണുന്നില്ല. അതാണ്. പാണ്ഡവൻ സിംഹനാദം മുഴക്കി. പ്രാണം പോകുവാൻ വെമ്പുന്ന ദുര്യോധനെ നോക്കി കേശവൻ പറഞ്ഞു, പാണ്ഡവരെ, നമുക്ക് പോകാം. കൗരവരിൽ അവസാന കണ്ണിയും വീണു. നിങ്ങൾ ഇതാ രാജാക്കന്മാരായി നിഷ്കണ്ടകമായ രാജ്യം വാഴുവിൻ. വിതുരനും ദ്രോണരും ഭീഷ്മ പിതാമഹനും നല്ല വാക്കോതിയതാണ്. ദുര്യോധനൻ കേട്ടില്ല. പാണ്ഡവർക്ക് പിതാവ് വഴി ലഭിക്കേണ്ടത് ലഭിച്ചില്ല. ഇവ മിത്രമല്ല, നമ്മുടെ ശത്രുവുമല്ല. തേരിൽ കയറുവിൻ, നമുക്ക് പോകാം. കേശവന്റെ വാക്കുകൾ കേട്ട് മരണത്തിലേക്ക് തല പൂർത്തി വെച്ചു വേദന കൊണ്ട് ഞരങ്ങുന്ന ദുര്യോധനൻ പറഞ്ഞു, കേശവ, നിനക്ക് നാണമില്ലേ ഇങ്ങനെ പറയുവാൻ? അയ്യടാ, ചാവാനായിട്ട് അവന്റെ അഹങ്കാരം വെച്ചിട്ടില്ല കേട്ടാ. ഭീമൻ എന്നെ വീഴ്ത്തിയത് ആണത്വം കൊണ്ടാണോ? വീരന്മാർക്ക് ചേരുന്ന കർമ്മമാണോ അവൻ കാണിച്ചത്? നിന്റെ ഉപദേശമല്ലേ അവൻ അനുഷ്ഠിച്ചത്? ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി പിതാവിനെ വീഴ്ത്തിയത് നീയാണ്. ദ്രോണരെ വധിക്കുവാൻ വഴിയൊരുക്കിയതും ധർമ്മജനെ കൊണ്ട് അസത്യം പറയിപ്പിച്ചതും നീയാണ്. എൻ്റെ പ്രിയമിത്രത്തെ, അതായത് ദുർധർഷണനായ കർണനെ ചതിച്ചു തന്നെയാണ് കൊന്നത്. ചതിയിലൂടെ നീ രാജാക്കന്മാരെ വധിച്ചു. ചതിയന്മാരുടെ ലോകത്തിൽ നീ പാണ്ഡവരെയും മാറ്റി. ഇവിടെ രാജ്യം ലഭിച്ച അവർക്ക് സ്വർഗത്തിൽ രാജ്യം ലഭിക്കുകയില്ല കൃഷ്ണ. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. കേശവ, ഒരിക്കൽ നീ ധർമ്മത്തിന്റെ പാതയിൽ ചലിച്ചിട്ടില്ല. ഓ, ആരിവൻ? ധർമ്മം പറയുന്ന കേമൻ. ചിരിച്ചുകൊണ്ട് കേശവൻ പറഞ്ഞു, ദുര്യോധന, കുരുക്ഷേത്ര യുദ്ധം ഇങ്ങനെയൊക്കെ ആയിരുന്നു, ശരിയാണ്. മുള്ളിനെ എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെയാണ്.
പഞ്ഞുകൊണ്ടല്ല. വഞ്ചകരാണ് നിങ്ങൾ. അതിന്റെ ഫലമാണ് ഈ വഞ്ചന. അതുകൊണ്ട് നശിച്ചത് മുഴുവൻ ജീവിതമാണ്. ദുര്യോധന, ഒരു സ്ത്രീയെ, അതും അവൾ രജസ്വലയായിരിക്കുന്ന അവസരത്തിൽ പൗരുഷമുള്ള ആരെങ്കിലും സഭയിലേക്ക് വലിച്ചിഴക്കുമോ? അതുമല്ല, അവളെ നഗ്നയാക്കുവാൻ ശ്രമിക്കുമോ? നീ കാണിച്ച കശ്മലത്വം തുളുമ്പുന്ന കർമ്മത്തിന് മതിയായ ശിക്ഷ കിട്ടിയെന്ന ബോധം പോലും നിനക്കില്ലല്ലോ. ഇപ്പോഴും അനുഭവിച്ച ഐശ്വര്യത്തിൽ ഊറ്റം കൊള്ളുകയല്ലേ നീ? ഹേ സുയോധന, നിന്റെ കർമ്മങ്ങളെല്ലാം ജളത്വമാർന്നവയായിരുന്നു. കള്ളച്ചൂതിലും വിഷം നൽകിയതിലും നീ വരുത്തി വെച്ച ദോഷം ജന്മങ്ങൾ കൊണ്ടേ അവസാനിക്കുകയുള്ളൂ. ജന്മങ്ങൾ കൊണ്ടും അവസാനിക്കുകയില്ല ദുര്യോധന. എന്നിട്ടും മേനി പറയുന്നു, മരണമണി മുഴങ്ങുന്നത് കാത്തു കിടക്കുന്ന ഇനിയുള്ള സമയമെങ്കിലും ഈശ്വരനെ ഭജിക്ക്. അങ്ങനെയെങ്കിൽ നിനക്ക് മോക്ഷം കിട്ടട്ടെ. കേശവന്റെ വാക്കുകൾക്ക് നിശബ്ദനായി ദുര്യോധന കടന്നു. ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. എന്ത് സംസാരിക്കും? ഭഗവാന്റെ നീതിവാക്യത്തിന്, ആ മൊഴിമുത്തിന് ഉത്തരം പറയാൻ ഈ ജന്തുവിന് കഴിയുമോ? ബുദ്ധ്യാസുരനി. ഗംഗാതടത്തിൽ ഉരുണ്ടുകൂടിയ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. ഭാഗീരഥിയുടെ ഇരുകാരൻ കളിലേക്കും വളക്കൂറുള്ള മണ്ണിൽ വേരിറക്കി പടർന്നു പന്തലിച്ച് ഐശ്വര്യം തിങ്ങുന്ന രാജ്യങ്ങളിലെ രാജാക്കന്മാരാണ് ഇതിൽ പങ്കെടുത്തത്. അവർ മുച്ചൂട് നശിച്ചിരിക്കുകയാണ്. പാണ്ഡവപക്ഷത്തുള്ള കുറച്ചുപേര് മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. സമൃദ്ധിയുടെ വിളനിലമായ ഗംഗയുടെ കര ഇനിയെങ്കിലും സമാധാനത്തിലാകുമോ എന്തോ. കലഹത്തിന്റെ സ്പർദ്ധയുടെ നാളുകൾ കരിമ്പടങ്ങളായി ഈ മനോഹര തീരത്തെ പൊതിയാതിരുന്നെങ്കിൽ മതിയായിരുന്നു. സന്ധിബന്ധങ്ങൾ തകർന്നൂർദ്ധശ്വാസം വലിക്കുന്ന ദുര്യോധനനെ ഉപേക്ഷിച്ചതിന് ശേഷം പാണ്ഡവർ ശിബിരത്തിലേക്ക് മടങ്ങി. കഴുകനും കുറുനരിയും ദുര്യോധന് കാവലായി. നിശയുടെ നിശബ്ദതയിൽ ദുര്യോധനെ ആക്രമിക്കുവാൻ അവർ ഒരുങ്ങി നിന്നു. കണ്ണുകളടച്ച് വേദന സഹിച്ച് ദുര്യോധനൻ നിശബ്ദനായി കടന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. കിട്ടേണ്ടത് കിട്ടിയാലും അറിയില്ല. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. ഈ വൃത്തികെട്ടവൻ കൊണ്ടാലും അറിയില്ല. ഇന്നലെ മന്നോർ മണികളുടെ മന്നൻ ഇന്നോ മണ്ണിൽ അമർന്നു ആരോരും ആശ്രയമില്ലാതെ കിടക്കുന്നു. ഇതാണ് മനുഷ്യ ജീവിതം. രാജ്യവും കിരീടവും ശാശ്വതമല്ല. ശ്രീയും സമൃദ്ധവും അനന്തമല്ല. എല്ലാം കാലത്തിന്റെ ഇമചിമ്മലിൽ ഒതുങ്ങുന്നത് മാത്രം എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം മനുഷ്യനായി ജനിച്ചാൽ വേണം. മനുഷ്യൻ എന്ന് വെച്ചാൽ മനനം ചെയ്യുന്നവൻ എന്നല്ലേ അർത്ഥം. അതങ്ങനെ മനസ്സിലാക്കണം. ഇങ്ങനെ പോയ കാര്യങ്ങളും വന്ന കാര്യങ്ങളും ഇതിനൊക്കെ കാരണം എൻ്റെ ദുഷ്കർമ്മം കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോയി, എല്ലാം പോയി. പാണ്ഡവർ അവരുടെ ശിബിരത്തിൽ എത്തി. അപ്പൊ അർജുനനോട് പറഞ്ഞു ഭഗവാൻ, അർജുന, ഗാണ്ഡീവവുമായി നീ തനിച്ചിറങ്ങ്, ഞാൻ അതിന് ശേഷം ഇറങ്ങാം. പാർത്ഥൻ ചോദിച്ചു, ഇന്നെന്താണ് പതിവിന് മാറ്റം? എന്നും ഭഗവാൻ ആദ്യം ഇറങ്ങും, അതിനുശേഷമാണല്ലോ ഞാൻ രഥത്തിൽ നിന്നും ഇറങ്ങുക. ഇന്നിങ്ങനെ പറയുവാൻ കാരണം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നീ രഥത്തിൽ നിന്ന് ഇറങ്ങടോ, ഞാൻ പറഞ്ഞതനുസരിക്ക്. അപ്പോൾ നമുക്ക് കഥകൾ കാണാവുന്നതാണ്. മാധവന്റെ വാക്കനുസരിച്ച് അർജുനൻ ആദ്യം ഇറങ്ങി. അതിനുശേഷം കേശവനും ഇറങ്ങി. ഗോവിന്ദൻ തേരിൽ നിന്ന് മാറിയതോടെ രഥം കത്തിയെരിഞ്ഞു പോയി. അത്ഭുതകരമായ ഈ സംഭവം കണ്ട അർജുനൻ ചോദിച്ചു, ഭഗവാനെ, കേശവ, ഇങ്ങനെ വരുവാൻ എന്താണ് കാരണം? അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാസ്ത്രമേറ്റു വെന്ത രഥമായിരുന്നു ഇത്. അഷ്ടൈശ്വര്യ സിദ്ധികൾ കൊണ്ട് ഇതിനെ ഞാൻ സംരക്ഷിച്ച് നിലനിർത്തുകയായിരുന്നു ഇന്നത് ഈ സമയം വരെ. അയോധനത്തിന് വന്നപ്പോൾ പറഞ്ഞിരുന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. നീ എൻ്റെ തോഴനാണ്. ഈ യുദ്ധത്തിൽ നീ നിമിത്തം മാത്രമാണ് അർജുന. അങ്ങനെയുള്ള നിന്നെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ഞാൻ നിന്നെ കാത്തു രക്ഷിക്കുകയും ചെയ്തു, അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. ഇത് കേട്ട് ധർമ്മപുത്രർ പറഞ്ഞു, കേശവ, വ്യാസൻ ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ധർമ്മം എവിടെയുണ്ടോ അവിടെ കേശവനുണ്ട്. ധർമ്മമാണ് വിജയത്തിന്റെ അടിസ്ഥാനം. ഭാവിയും ഭൂതവും വർത്തമാനവും നിന്നിൽ ഉണരുകയും വർത്തിക്കുകയും ചെയ്യുന്നു കേശവ. ഞങ്ങളുടെ വിജയത്തിന് അടിസ്ഥാനം നീ മാത്രമാണ്. ആയുധമേന്താതെ 18 ദിവസവും മടർക്കളത്തിൽ നീ അടരാടുക തന്നെ ചെയ്തു. നിന്റെ പാദത്തിലെ പൂജാമരകൾ മാത്രമാണ് ഭഗവാനെ ഞങ്ങള്. ധർമ്മജന്റെ വാക്കുകൾ കേശവനിൽ മന്ദസ്മിതം ഉണർത്തി. അപ്പോഴും പുഞ്ചിരിച്ചു. എപ്പോഴും പുഞ്ചിരിക്കും, അത് തന്നെ.
ഏറെ നേരം അവർ അങ്ങനെ പലതും സംസാരിച്ചിരുന്നു. അവസാനം കേശവൻ പറഞ്ഞു, നമുക്കിന്ന് ശിബിരം വിട്ട് കഴിയാം. യുദ്ധം അവസാനിച്ച ദിവസമല്ലേ, അയോധനപുരയിൽ കഴിയുന്നത് യോഗ്യമല്ല. കേശവന്റെ വാക്കുകൾ മാനിച്ച് പാണ്ഡവരും സാത്യകിയും പുറത്തിറങ്ങി. അവർ ഓഘവതിപ്പുഴയുടെ തീരത്തെത്തി. ശുഭ്രമായ മണൽത്തിട്ടയിൽ മലർന്ന് കിടന്നു. ആകാശത്ത് വെള്ളിമേഘങ്ങളും ശോണമേഘങ്ങളും കല്ലാം കൊത്തി കളിക്കുന്നത് നോക്കി പാണ്ഡവർ വിശ്രമിച്ചു. ജീവിതത്തിന്റെ ഗതിവിഗതികൾ ഓർത്തവർ അത്ഭുതപ്പെട്ടു. രാത്രിയായി. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദുര്യോധനൻ വീണ വിവരം ധൃതരാഷ്ട്രർ ഇപ്പോൾ അറിഞ്ഞു കാണും. ദുഃഖവും ആധിയും പൊറാതെ രാജ്യം ചിലപ്പോൾ ശപിച്ചെന്നും വരാം. യുദ്ധം തീർന്നപ്പോൾ തന്നെ പാണ്ഡവരെല്ലാം അവിടെ എത്തേണ്ടതായിരുന്നു. മക്കൾ നഷ്ടപ്പെട്ട കൗരവപിതാക്കൾക്ക് ആരുമില്ല തുണയായി എന്ന ചിന്തക്ക് ഇടം കൊടുക്കരുത്. അതുകൊണ്ട് ധൃതരാഷ്ട്രനെയും ഗാന്ധാരിയെയും നാം ആശ്വസിപ്പിക്കണം. രാത്രിയായാലും വേണ്ടുകയില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പോകുന്നതും അത്ര ശരിയാകുമോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. ധൃതരാഷ്ട്രർ ഒരു മുൻകോപിയാണ്. ശാപവാക്കുകൾ ഉതിർക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഹസ്തിനാപുരം വരെ പോയിട്ട് വരാം. സാത്വിക് തേര് തെളിക്കുകയും ചെയ്തു. എന്തൊരു പൊന്നു തമ്പുരാനാണ് ഈശ്വര! ഇത്രയും ഭക്തന്മാരെ കാക്കുന്ന ഒരു ഈശ്വരൻ ഉണ്ടാവോ വേറെ? ധർമ്മജൻ കേശവനെ അഭിനന്ദിച്ച് ഹസ്തിനാപുരത്തിലേക്ക് അയച്ചു. മാധവൻ തേര് ധൃതരാഷ്ട്ര സമീപത്തേക്ക് തിരിച്ചു. ആദ്യ യാമത്തിൽ തന്നെ മാധവൻ അവിടെ എത്തി. ഇങ്ങനെ വേണ്ടത് 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 അതാത് സമയത്ത് ചെയ്യാനുള്ള ഒരു കരുത്ത് ഭഗവാന്. കേശവൻ ആദ്യം കണ്ടത് വ്യാസനെയാണ്. മഹർഷിയോട് മാധവൻ പറഞ്ഞു, മർമ്മജ്ഞനും ധർമ്മജ്ഞനുമായ വ്യാസ മഹർഷി, നിങ്ങൾക്ക് പ്രണാമം. ആദ്യം അങ്ങനെ പറഞ്ഞു ഭഗവാൻ. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിത വേണുഗാനം ഗോപഗോപീജനമധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുല പൂർണ്ണചന്ദ്രം. അങ്ങനെ ആ ഗോകുല പൂർണ്ണചന്ദ്രനായിട്ടുണ്ടായിരുന്ന ഭഗവാൻ ഇപ്പോ ഇതാ ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും ശിഷ്ടന്മാരെ രക്ഷിക്കുവാനും വേണ്ടി പാർത്ഥസാരഥിയായിട്ട് ചമ്മട്ടി പിടിച്ചിരിക്കുകയാണല്ലോ. ആ ദൗത്യം കൂടി ഭഗവാന് ഭംഗിയായിട്ട് അഭിനയിച്ചു തീർത്തു. ഇപ്പൊ ഇതാ ഇനിയും ആ ദുഷ്ടനായ അന്ധനായ ധൃതരാഷ്ട്രന്റെ ശാപം ഇവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഭഗവാൻ വേറൊരു വേഷമണിഞ്ഞ് പോവുകയാണ്. അപ്പോഴാണ് വ്യാസ മഹർഷി ആദ്യം കണ്ടത് ഭഗവാൻ. അദ്ദേഹത്തിനോട് കൂട്ടിയിട്ടാണ് ഈ ധൃതരാഷ്ട്രന്റെ അടുത്തേക്ക് പോവാൻ ഭാവിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ദുഃഖം അധികമാകുന്ന സമയത്ത് ആർക്കാരും സമനില തെറ്റുമല്ലോ മഹർഷി. അങ്ങനെ ഇദ്ദേഹത്തിന് സമനില തെറ്റാൻ സാധ്യതയുണ്ട്. ഘോരമായ ശാപവാക്കുകൾ ഉരച്ചൊന്നും ഇരിക്കും. എങ്ങനെയും കഠിനമായ ശാപാഗ്നിയിൽ നിന്ന് പാണ്ഡവരെ രക്ഷിച്ചേ തീരൂ. ധൃതരാഷ്ട്രനെ കണ്ട് വന്ദനം പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും മാർഗമുള്ളതിന് അങ്ങുകൂടി വരണമെന്ന് പറഞ്ഞു. കേശവന്റെ വാക്ക് മാനിച്ച് വ്യാസനും മാധവനോടൊത്ത് പുറപ്പെട്ടു. ഭഗവാൻ പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ, ആർക്കാലും അനുസരിക്കാതിരിക്കാൻ പറ്റൂല. അവർ ധൃതരാഷ്ട്ര സവിധത്തിൽ എത്തി. കേശവനും വ്യാസനും വന്നിരിക്കുന്നു എന്ന് ഭക്തന്മാർ ചെന്നറിയിച്ചു. ധൃതരാഷ്ട്രാകെ പരവശനായി ദയനീയനായി അന്ധഭൂപന്റെ മുന്നിൽ എത്തിയ ദയനീയനായി അരിദ്ദേഹം പരവശനും ദയനീയനുമായി. ഇതൊക്കെ അന്നേ പറഞ്ഞു നേരെയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പരവശനും ദയനീയനും ആവണ്ടിയിരുന്നില്ല. അന്ധഭൂപന്റെ മുമ്പിലെത്തിയ വ്യാസനും കേശവനും ധൃതരാഷ്ട്രരെ ആശ്വസിപ്പിക്കുവാൻ വാക്കുകളില്ലാതെ കുഴങ്ങി. കേശവ, എല്ലാം അവസാനിച്ചു അല്ലേ? ദുര്യോധനം പതിച്ചു. അജയ്യനാണ് അവനെന്ന് ഞാൻ കരുതി. അത് തെറ്റി. എല്ലാം എൻ്റെ വിധി തന്നെയാണ്. ഓ അജയ്യൻ, നീ വിചാരിച്ചാ മതി, അജയ്യൻ. ഇത്രയും പറഞ്ഞ് ധൃതരാഷ്ട്രർ വിങ്ങി 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 കരഞ്ഞു. കേശവൻ പറഞ്ഞു, എല്ലാം ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞു. അങ്ങ് ദുഃഖിക്കരുത്. കുന്നിന് ഒരു കുഴി സ്വാഭാവികമാണ്. പാണ്ഡവർ കുലനാശം വരാതെ സൂക്ഷിച്ചു. അവർ നല്ലവരാണ്. ധൃതരാഷ്ട്രർ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. അതുകൊണ്ട് കേൾക്കുമ്പോൾ അധികം സങ്കടം. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു, കേശവ, എന്റെ മകൻ ദുര്യോധനൻ അവധ്യനാണ്. ഭീമൻ ചതിയിലല്ലേ അവനെ വീഴ്ത്തിയത്? അത് ഓർക്കുമ്പോൾ മനം ചുട്ടുകൊള്ളുന്നു. ഓ അവധ്യൻ,
കേശവൻ അത് കേട്ട് പറഞ്ഞു, യുദ്ധത്തിന്റെ അന്ത്യത്തിൽ ഏക ശത്രു മാത്രം അവശേഷിച്ചിരിക്കെ നന്മതിന്മകൾ ആര് നോക്കുന്നു? കള്ളച്ചൂതിൽ അവരുടെ നാട് നിന്റെ മകൻ സ്വന്തമാക്കിയില്ലേ? അപ്പോഴെവിടെ പോയി ഈ ധർമ്മമൊക്കെ? ഇപ്പൊ ധർമ്മത്തിൻ പ്രതി വനത്തിൽ പോയവരല്ലേ? ചൂത് കള്ളമാണെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? അവിടെ തീരുന്നില്ല പ്രശ്നം. അധർമ്മത്തിന്റെ കൊടി വിളയാട്ടം. ദ്രൗപദി ദുശാസൻ സഭയിൽ വെച്ച് ആക്ഷേപിച്ചു. അവൾ നിലവിളി കൂട്ടി രക്ഷയ്ക്ക് കേണ അപേക്ഷിച്ചപ്പോഴും നിങ്ങളുടെ കർണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. ആർക്കും അപ്പോ ചെവി കേട്ടില്ല. വനവാസം കഴിഞ്ഞവർ 5 രാജ്യം ചോദിച്ചു, അതും കൊടുത്തില്ല. എന്തിനേറെ 5 പേർക്കും കൂടി വസിക്കുവാൻ ഒരു ഭവനം ചോദിച്ചിട്ട് കൊടുത്തോ? അപ്പോഴും അങ്ങേക്ക് ചെവി കേൾക്കാതെ ആയിരുന്നു. രാജാവേ, ഇതിൽ ആരാണ് തെറ്റുകാർ? മകനോടുള്ള അധിക സ്നേഹം അങ്ങയെ കർമ്മബന്ധത്തിൽ ഉറപ്പിച്ചു നിർത്തി. ഇനി കഴിഞ്ഞുപോയ കാര്യങ്ങളെ ചൊല്ലി അങ്ങ് വ്യാകുലപ്പെടുന്നത് എന്തിനെ? കാലയോഗം എന്നല്ലാതെ എന്താണ് പറയുക? രാജാവേ, പാണ്ഡുപുത്രന്മാരിൽ അങ്ങ് ദോഷം ചിന്തിക്കരുത്. ഇതെല്ലാം ഭവാന്റെ കൂടി ദോഷം കൊണ്ട് വന്നു പെട്ടതാണ്. കുലം, വംശം, പിണ്ഡം, മക്കൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇനി ഭവാനും ഗാന്ധാരി ദേവിക്കും പാണ്ഡവരാണ് അനുഷ്ഠിക്കേണ്ടത്. അവരിൽ അങ്ങ് ഇനി കുറ്റം കാണരുത്. ഇതൊക്കെ സംഭവിക്കേണ്ടതാണെന്ന് കരുതി സമാധാനിക്കുക. ഭവാന്റെ പേരിൽ ധർമ്മജന് ഭക്തിയും സ്നേഹവുമുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. നിന്നെയും ഗാന്ധാരിയും ചിന്തിച്ച് അവൻ ദുഃഖിച്ചിരിക്കുകയാണ്. എന്നാൽ ലജ്ജ കൊണ്ട് അവന് വന്ന് കാണാൻ മടിയുണ്ട്. ഗാന്ധാരിയോട് മാധവൻ പറഞ്ഞു, ദേവി, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിന്നിൽ അവരെന്നും മാതൃത്വം കണ്ടിരുന്നു. പാണ്ഡവർക്ക് കുന്തിയും നീയും അമ്മ തന്നെ. സത്യമറിഞ്ഞ നീ ദുര്യോധന എത്ര തവണ തടഞ്ഞു? കുരുക്കളിൽ മൂത്തവനായ അവൻ നിന്റെ വാക്ക് മറുത്ത് നടന്നില്ലേ? പതിവ്രതയായ നിന്റെ വാക്കിന് ഇളക്കമില്ല. നിന്റെ മുമ്പിൽ ആശംസയ്ക്ക് ദുര്യോധനൻ എത്തിയപ്പോൾ പറഞ്ഞ വാക്കുകൾ അസ്ഥി ലിഖിതങ്ങളായി കിടക്കുന്നു. എവിടെയാണോ ധർമ്മം അവിടെ മാത്രമേ ജയമുള്ളൂ എന്ന്. അത് സംഭവിച്ചു. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ധർമ്മത്തിന്റെ മാർഗത്തിൽ ജയം വന്നു കഴിഞ്ഞു. ഗാന്ധാരി, പാണ്ഡവരെ നശിപ്പിക്കുവാൻ ഇനി ചിന്തിക്കരുത്. അപ്പൊ ഗാന്ധാരി പറഞ്ഞു, മാധവ, നീ വന്നത് നന്നായി. ഏതായാലും ആദിയിൽ ചലിക്കുന്ന മനസ്സ് നേരെ നിന്നൊന്നും വരികയില്ല. നിന്റെ വാക്ക് വ്യതിചലിക്കുവാൻ വെമ്പിയ മനസ്സിനെ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നുറപ്പിച്ചു. നിന്റെ വാക്ക് വ്യതിചലിക്കുവാൻ വെമ്പിയ മനസ്സിനെ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവന്നുറപ്പിച്ചു ഗാന്ധാരി പറയുന്നു. പാണ്ഡവരെ അനുമോദിച്ചുകൊണ്ട് ഗാന്ധാരി പറഞ്ഞു, ഈ കണ്ണ് കാണാത്ത കിഴവനും മക്കൾ ചെത്ത റാണിയല്ലാത്ത എനിക്കും നീ മാത്രമാണ് ശരണം. ഗാന്ധാരി ചേലാഞ്ചലം കൊണ്ട് മുഖം മറച്ച് ഏങ്ങി കരഞ്ഞു. വേദവ്യാസൻ അവരെ സമാധാനിപ്പിച്ചു. കേശവൻ പറഞ്ഞു, രാത്രി ഏറെ ചെന്നിരിക്കുന്നു. അങ്ങ് ശോകിക്കരുത്. അശ്വത്ഥാമാവിന് പാപചിന്തയുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. ഈ രാത്രി പാണ്ഡവരെ മുഴുവൻ വധിക്കുവാൻ അവൻ ചിന്തിച്ചേക്കാം. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, കേശവ, വേഗം ചെല്ലി അവരെ കാത്തു രക്ഷിക്ക്. വീണ്ടും നമുക്ക് കാണാം. എന്റെ വേദനയ്ക്ക് ഇപ്പോൾ ആശ്വാസമുണ്ട്. ഇത്ര പറഞ്ഞതുകൊണ്ട് കുറച്ചാശ്വാസമുണ്ട്. മരുന്ന് വരട്ടി കൊടുത്തില്ലേ? വാസുദേവൻ ഓഘവതിയുടെ തീരത്തെ വേഗത്തിൽ യാത്രയായി. ഓഘവതിയുടെ കരയിൽ പാണ്ഡവർ മാധവനെ കാത്തിരിക്കുകയായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ വാസുദേവൻ എത്തി. ഭഗവാനെ, ഊണുമില്ല, ഉറക്കവുമില്ല. ഈ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ള ഒരു സ്നേഹത്തിന്റെ കടല് അയച്ചൊരാൾ ഉണ്ടാവോ? ഉണ്ടാവില്ല. ധൃതരാഷ്ട്രൻ ഗാന്ധാരി മെച്ചിച്ചതും അവരുടെ മനസ്സിലുണ്ടായിരുന്നതും ധർമ്മജൻ ധരിപ്പിച്ചു. ഇപ്പോൾ മാതാപിതാക്കൾക്ക് വന്ന മാറ്റവും കേശവൻ അവരെ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, ധർമ്മജ, ഞാൻ ചെല്ലാതിരുന്നെങ്കിൽ തീർച്ചയായും ധൃതരാഷ്ട്ര ശപിച്ചേനെ. ഭീമൻ ദുര്യോധനെ ചതിച്ചു കൊന്നു എന്നാണ് മഹാരാജ ഉറച്ചു വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിനോട് നീതി ഓതി സത്യം ബോധ്യപ്പെടുത്തി ആശ്വാസവാക്കുകൾ തൂക്കി. രാജാവ് ഇപ്പോൾ സമചിത്തനാണ്. പരമാവധി ഗാന്ധാരിയുടെ മനസ്സ് ആശ്വാസത്തിന്റെ മസൃണതയിലേക്ക് വന്നു തുടങ്ങി. നൊന്തുപെറ്റ 100 മക്കള് നൊന്തുപെറ്റുവോ ഭഗവാനെ? ഇവളൊരു മാംസപിണ്ടല്ലേ പ്രസവിച്ചുള്ളൂ. ആ രാജ്ഞി അതിനല്ലേ എന്നെ 100 മക്കളെ നൊന്ത് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എന്തത്? അങ്ങനെ പറയാവോ? 100 മക്കളിൽ നഷ്ടപ്പെട്ട മാതാവിന്റെ ദുഃഖം ആർക്ക് പറഞ്ഞൊതുക്കാനാകും? കേശവന്റെ വാക്കേട്ട് എല്ലാവരും ആശ്വസിച്ചു. ധർമ്മജന്റെ മനസ്സ് വീണ്ടും ആശങ്കാകുലമായി.
എന്താണ് ഈ അസ്വസ്ഥതക്ക് കാരണമെന്നറിയാതെ ധർമ്മജൻ കുഴഞ്ഞു. മണൽമെത്തയിൽ ധർമ്മപുത്രൻ ഉറങ്ങാതെ കിടന്നു. പ്രഭാതമായി. ദുഷ്ടദ്യുമ്നന്റെ സാരഥി ധർമ്മപുത്രന്റെ അടുത്ത് ഓടി ചെന്നു. അവൻ കിതച്ചുകൊണ്ടിരുന്നു. തലേ രാത്രിയിൽ കൃപരും കൃതവർമാവും അശ്വത്ഥമാവും നടത്തിയ ക്രൂരകൃത്യങ്ങൾ വിശദീകരിച്ചു. ദുഷ്ടദ്യുമ്നനെ ദ്രൗണി ചവിട്ടിക്കൊന്നു. അശ്വത്ഥാമാവാണ് എല്ലാ ക്രൂരകർമ്മങ്ങളും അനുഷ്ഠിച്ചത്. കൃപരും കൃതവർമാവും ശിബിരത്തിന്റെ വാതിൽക്കൽ കാവൽ നിൽക്കുകയായിരുന്നു. രക്ഷപ്പെടുന്നവരെ അവർ വെട്ടിത്തള്ളി. പിന്തിരിഞ്ഞവനെ, രക്ഷിക്കണേ എന്ന് വിളിച്ചവനെ, ആയുധമില്ലാത്തവനെ ആരെയും അവർ വെറുതെ വിട്ടില്ല. എല്ലാവരെയും വെട്ടിക്കൊന്നു. വയറ് പൊളിച്ചും വായിൽ വാള് കടത്തിയും നെഞ്ചു വെട്ടിപ്പിളർന്നും എല്ലാ പേരെയും കാലപുരിയിൽ എത്തിച്ചു. ധർമ്മജ, ഇനി ശേഷിക്കുന്നത് നിങ്ങൾ 5 പേര് മാത്രമാണ്. പോരെ ഈശ്വര, എങ്ങനെ ഇത് കേട്ട് സഹിക്കും? സാരഥിയുടെ വാക്കുകൾ കേട്ട് മനം തളർന്ന ധർമ്മജൻ കേശവനുമൊത്ത് ശിബിരത്തിലേക്ക് യാത്രയായി. അപ്പോഴേക്കും ദ്രൗപദിയും എത്തി. സഹോദരന്മാരും ബന്ധുക്കളും പ്രിയ സന്താനങ്ങളും മരിച്ചതിൽ ഹൃദയം തകർന്ന് വിലപിക്കുകയായിരുന്നു അവർ. മോഹം കലർന്ന പാഞ്ചാലി ഏറെ നേരം മൃഗോദരന്റെ കരത്തിൽ കിടന്നു. പാവം. ഭീമൻ അവളെ ആശ്വസിപ്പിച്ചു. ദ്രൗപദി പറഞ്ഞു, രാജാവെ, ആശ്വസിക്കാം. നിഷ്കണ്ടകമായ രാജ്യം എന്നോടൊത്ത് വസിക്കുവാൻ ലഭിച്ചല്ലോ. പാർത്ഥ, നിനക്കും സന്തോഷിക്കാം. അഭിമന്യു മരിച്ചെങ്കിലും ഹസ്തനാപുരം സ്വന്തമായല്ലോ. കുശലിയായി എന്നോടൊത്ത് വാഴാം. ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ദ്രൗണിയോട് നിങ്ങൾ പ്രതികാരം ചെയ്യണം. അവന്റെ ശിരസിൽ ഭൂഷണമായിരിക്കുന്ന ചൂടാരത്നം എനിക്ക് കൊണ്ടുവന്ന് തരണം. പാണ്ഡുസുതന്മാരെ, പാപകർമ്മത്തിന്റെ ഫലം ദ്രൗണിക്ക് ലഭിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പ്രായോപവേശം ചെയ്യുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഉണ്ടായ ആളാന്നല്ലോ. ഭീമൻ ദ്രൗപദിയുടെ വാക്കേട്ട് ക്രോധ രക്താക്ഷനായി ആരുടെയും വാക്കം ഗവനിക്കാതെ ദ്രോണപുത്രനെ വധിക്കുവാൻ പുറപ്പെട്ടു. ഇതാണ് ഭീമൻ. പാഞ്ചാലി എന്ത് പറഞ്ഞു? പിന്നെ മുമ്പിലും നോക്കൂല അദ്ദേഹം. ഭീമൻ പോയി ഉടനെ പറഞ്ഞു കേശവൻ ധർമ്മപുത്രനോട്, പാണ്ഡവ, ഭീമന്റെ അടുത്ത് ചാട്ട് ഒട്ടും നന്നല്ല. പിതാവ് നഷ്ടപ്പെട്ട ശോകം സഹിക്കാതെ മുറിവേറ്റ സിംഹം പോലെ പോയിരിക്കുന്ന അശ്വത്ഥാമാവിനെ പിന്തുടരുകയാണ് നിന്റെ അനുജൻ. അശ്വത്ഥാമാവിന് അവന്റെ പിതാവ് ബ്രഹ്മശിരോസ്ത്രം നൽകിയിട്ടുണ്ട്. ഭീമന്റെ നേർക്ക് ഇത് പ്രയോഗിക്കുകയില്ലെന്ന് എന്താണ് ഉറപ്പ്? ദ്രൗണിക്കും അർജുനന് മാത്രമേ ഈ അസ്ത്രം നൽകിയിട്ടുള്ളൂ. ഭൂമി മുഴുവൻ എരിക്കുവാൻ പോകുന്ന അസ്ത്രം കരത്തിലേന്തി നിൽക്കുന്ന അവനെ നേരിടുന്നത് വളരെ സൂക്ഷിച്ചു വേണം. എന്താ വിവേകവും കാട്ടുവാൻ മടിക്കാത്തവനാണ് അശ്വത്ഥാമാവ്. അത്രയും ഹൃദയം നൊന്തിട്ടാണ് ഇപ്പോ ഉള്ളത്. അസ്ത്രം നൽകി ദ്രോണർ മകനോട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരാശിയിലേക്ക് നീ ഈ അസ്ത്രം അയക്കരുതെന്ന്. പക്ഷേ അശ്വത്ഥാമാവ് അസ്ത്രം അയക്കുക തന്നെ ചെയ്യും. അതാണ് ദ്രൗണി. അതിനാൽ എത്രയും വേഗം നമുക്ക് ഭീമനെ കണ്ടുപിടിക്കണം. കേശവന് തേര് തയ്യാറാക്കി അർജുനൻ ധർമ്മപുത്രന് തേരിൽ കയറി. കൂട്ടക്കൊല കഴിഞ്ഞ അശ്വത്ഥാമാവ് ദുര്യോധനെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ചതിന് ശേഷം ഭാഗീരഥിയുടെ തീരത്തേക്ക് പോയി. വ്യാസമഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നെത്തിയ ദ്രൗണി ഉഷചീരങ്ങൾ ധരിച്ചു. വ്യാസന്റെ ഉപദേശം ഇരിക്കുകയായിരുന്നു. അശ്വത്ഥാമാവിനെ തിരഞ്ഞു മൃഗോദരൻ അവിടെ തന്നെ എത്തി. കൃത്യമായിട്ട് അവിടെ എത്തി. ഒരു നിമിഷം എന്തോ ചിന്തിച്ചതിന് ശേഷം ദ്രൗണി ഇടത് കരം കൊണ്ടൊരു പുൽക്കൊടി നുള്ളി വലത് കരത്തിൽ ചേർത്ത് ബ്രഹ്മാസ്ത്രം ആവാഹിച്ചു. പൂരം പോരെ. പുൽക്കൊടിത്തുമ്പിൽ 3 ലോകവും മരിക്കുവാനുള്ള അഗ്നിയുളവായി. ഈ സമയത്ത് വ്യാസൻ അശ്വത്ഥാമാവിനോട് അസ്ത്രം വിടരുതെന്ന് അപേക്ഷിച്ചു. വേദവ്യാസ മഹർഷി ഇവനോട്. ഭീമന്റെ പിറകിലായി അർജുനനും കൃഷ്ണനും എത്തി. കേശവൻ രഥം മാരുതിയുടെ മുമ്പിൽ കയറ്റി നിർത്തി. ജ്വലിക്കുന്ന അസ്ത്രം അപാണ്ഡവാർത്ഥം എന്നുച്ചരിച്ച് ദ്രൗണി ഭീമനിലേക്ക് വിട്ടു. അപാണ്ഡവാർത്ഥം പാണ്ഡവരുടെ വംശത്തോടെ നശിക്കണം. അതിനുവേണ്ടിയാണ് അപാണ്ഡവം. കേശവൻ പറഞ്ഞു, പാർത്ഥ, അതിനൊട്ടും അമാന്തിക്കേ വേണ്ട. അസ്ത്രം കൊണ്ട് ഒടുങ്ങട്ടെ. നിന്റെ കരത്തിലും ഗുരുതന്ന അസ്ത്രമുണ്ടല്ലോ. അതുകൊണ്ട് ബ്രഹ്മ അസ്ത്രം തന്നെ പ്രയോഗിക്കുക. അമ്പുകളുടെ ശക്തി അറിയട്ടെ. അർജുനൻ തേരിൽ നിന്നിറങ്ങി ഭൂമിയെ വന്ദിച്ചു. അസ്ത്രം കൊണ്ട് തന്നെ ശാന്തമാകട്ടെ എന്ന് ധ്യാനിച്ച് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതാണ് അർജുനൻ അറിയുകയും ചെയ്യുക. ഭഗവാൻ പറഞ്ഞത് അതുപോലെ അനുസരിക്കും ചെയ്യും. അതിനൊരു മാറ്റം അർജുനൻ വരുത്തൂല. അതാണ്.
നമുക്ക് ബാക്കി കാര്യം നാളെ നോക്കാം.